ഓക്കെ, ഇന്നലെ നാം പഠിച്ചതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് 10-ാം അധ്യായം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ ചോദ്യം, അതായത് 10-ൻ്റെ 9 മുതൽ 10 വരെ 9-ാമത്തെ പേജ്. ഇന്നലെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യാൻ പറ്റുകയില്ല, എങ്കിലും 2-3 വാചകങ്ങളിൽ ചുരുക്കി പറഞ്ഞാൽ, റോമാലേഖനം ആദ്യത്തെ 8 അധ്യായങ്ങൾ തികച്ചും ഉപദേശപരമാണ്. അവിടെ നാം കാണുന്നത് പാപത്തിൻ്റെ സാർവത്രികത, മനുഷ്യൻ്റെ ധാർമ്മിക അധപ്പതനം, പിന്നെ 4-5 അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണം, അതിനുശേഷം പ്രായോഗിക ജീവിതത്തിലെ വിശുദ്ധി, പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, ഇതൊക്കെയാണ് ആദ്യത്തെ 8 അധ്യായങ്ങൾ കാണുന്നത്. സാധാരണ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ഇത്രയും ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രായോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. എന്നാൽ റോമാലേഖനത്തിൽ അല്പം വ്യത്യസ്തമായിട്ട് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വീണ്ടും ഉപദേശപരമാണ്. അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ചരിത്രപരമായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇസ്രയേലിൻ്റെ ചരിത്രമാണ്. ഇസ്രയേലിനെ ദൈവം പഴയ കാലത്ത് തിരഞ്ഞെടുത്തത് 9-ാം അധ്യായത്തിൽ പറയുന്നു. 10-ാം അധ്യായത്തിൽ ഇസ്രയേൽ ക്രിസ്തുവിനെ നിരസിച്ച കാര്യം പറയുന്നുണ്ട്. 11-ാം അധ്യായത്തിൽ ഭാവിയിൽ ഇസ്രയേലിന് ഉണ്ടാകാൻ പോകുന്ന യഥാസ്ഥാപനം. ഈ 3 വിഷയങ്ങളാണ് ഈ 3 അധ്യായങ്ങൾ ക്രമമായി പൗലോസ് പറയുന്നത്. അത് ഒരു കൂട്ടിച്ചേർക്കലല്ല, അത് വിശദീകരിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ആദ്യത്തെ 8 അധ്യായങ്ങളിൽ ദൈവം യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും നീതീകരിക്കുന്നു, എല്ലാവരെയും തിരസ്കരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യഹൂദന്മാരുടെ മനസ്സിലുണ്ടാകുന്ന ചില സ്വാഭാവിക സംശയങ്ങളുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് ഈ 3 അധ്യായങ്ങളിൽ ഇത്രയും കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ 10-ാം അധ്യായത്തിൽ യഹൂദന്മാർ കർത്താവിനെ തിരസ്കരിച്ച കാര്യമാണ് പറയുന്നതെങ്കിലും ആ അധ്യായത്തിലാണ് രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്. 10-ൻ്റെ 9-10 വാക്യങ്ങൾ ഇന്നലെ നാം ചിന്തിച്ചതാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അവിടെ വിശ്വാസം എന്താണ്, കർത്താവ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഇതെല്ലാം ഇന്നലെ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതാണ് 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അത് എല്ലാവരും എടുക്കുക. 9-ാം പേജിൽ റോമർ 10-ൻ്റെ 9-10 അനുസരിച്ച് രക്ഷിക്കപ്പെടാൻ ഒരു വ്യക്തി എന്ത് ചെയ്യണം? ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റു പറയുക. ഞാൻ ഇന്നലെ പറഞ്ഞു, ആ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ അടയാളമായിട്ടാണ് വാ കൊണ്ട് ഏറ്റു പറയുന്നത്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. ആ വിശ്വാസത്തിൽ 3 കാര്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ഉള്ളവരൊന്ന് പറഞ്ഞ് ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ആ നോട്ട്സ് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുത്തല്ലേ? നിങ്ങളുടെ എഴുതിയിട്ടില്ലേ? അറിവ്, അംഗീകാരം, ആശ്രയം. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ അതൊരു അന്ധമായ വിശ്വാസം അല്ല എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു. ഓക്കെ, അത് വിട്ടിട്ട് ഇനി അടുത്തതിലേക്ക് പോവാണ്. 6-ാമത്തെ ചോദ്യം. 6-ാമത്തെ ചോദ്യം ഇതാണ്. എല്ലാവരും നോട്ട്സ് നോക്കുക. രക്ഷയിൽ യഹൂദനും യവനനും തമ്മിൽ വ്യത്യാസമില്ലാത്തത് എന്തുകൊണ്ട്? ഇക്കാലത്ത് രക്ഷയിൽ യഹൂദനും യവനനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതിൻ്റെ കാരണം എന്താണ്? ഉത്തരം എഴുതിയിട്ടുണ്ട്. റോമർ 10-ൻ്റെ 12 പറയുന്നത്, കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. അല്ലെങ്കിൽ മറ്റു നിലയിൽ പറഞ്ഞാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന് മുഖപക്ഷമില്ലാത്തതുകൊണ്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും താൻ രക്ഷ സൗജന്യമായി നൽകുന്നു. അടുത്ത വാചകം സമ്പന്നനാണ് എന്നാണ്. സുവിശേഷത്തിൻ്റെ സാർവത്രികതയെ ഇത് കാണിക്കുന്നു. വ്യത്യാസമില്ലാതെ എല്ലാവർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ സാർവത്രികത എന്താണ് അതിൻ്റെ അർത്ഥം? സാർവത്രികം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും ഉള്ളതിനെയാണ് ഈ സാർവത്രികം എന്ന് പറയുന്നത്. ഇപ്പോൾ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, അതൊരു സാർവത്രിക സത്യമാണെന്ന് നാം പറയും. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രക്ഷ സാർവത്രികമാണ്. എന്താണ് തെളിവ്? വാസ്തവത്തിൽ ഞാൻ പറഞ്ഞ ചില വാക്യങ്ങളൊക്കെ അവിടെ കുറിച്ച് കൊള്ളണം. ലൂക്കോസ് 2:10 ആ നോട്ട്സിൽ തന്നെ സാർവത്രിക, ഞാൻ ഇന്നലെ ഇല്ലാത്തതുകൊണ്ട് അറിവിനോട് പറയുക. ഞാൻ ചില വാക്കുകൾ പറയുമ്പോൾ അവിടെ ആ വാക്ക്
അണ്ടർലൈൻ ചെയ്തിട്ട് അടിവരയിട്ടിട്ട് അതിൻ്റെ മുകളിൽ തന്നെ എഴുതണം. 9-ാമത്തെ പേജാണ്. 9-ാമത്തെ പേജിൽ 6-ാമത്തെ ചോദ്യത്തിൻ്റെ അവസാന ഭാഗമാണ്. സുവിശേഷത്തിൻ്റെ സാർവത്രികത ഇത് കാണിക്കുന്നു. ഏത് കാണിക്കുന്നു? 12-ാം വാക്യം. അപ്പോൾ സാർവത്രികത കാണിക്കുന്ന വാക്യങ്ങൾ ധാരാളമുണ്ട്. ലൂക്കോസ് 2:10, യോഹന്നാൻ 3:16, 1 തിമോഥെയോസ് 2:4. ഒന്നുകൂടെ പറയാം. ലൂക്കോസ് 2:10, യോഹന്നാൻ 3:16, 1 തിമോഥെയോസ് 2:4. ലൂക്കോസ് 2:10 എന്താണ് വായിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ദൂതന്മാർ ആട്ടിടയന്മാരോട് എന്താണ് പറഞ്ഞത്? സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും, യഹൂദന്മാർക്ക് മാത്രമല്ല, സർവ്വജനത്തിനും. ഒരുപക്ഷെ അന്നത് കേട്ടപ്പോൾ അവർക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. കാരണം രക്ഷ യഹൂദന് മാത്രം എന്നുള്ളതാണ് പഴയ നിയമത്തിൽ യഹൂദന്മാർക്കുണ്ടായിരുന്ന ചിന്തയും സങ്കല്പവും അല്ല. എന്നാൽ സർവ്വജനത്തിനുമുള്ള രക്ഷയാണ്. യോഹന്നാൻ 3:16 വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ആ വാക്ക് ശ്രദ്ധിക്കണം. അതാണ് അടിവരേണ്ടത്. ഏവനും അതിനകത്ത് യഹൂദനുമുണ്ട്, യവനുമുണ്ട്, സകല മാനവരാശിയുമുണ്ട്. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ലോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്യത്തിൽ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യരെയാണ്. എങ്ങനെ അറിയാം? തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, വിശ്വസിക്കാൻ കഴിയുന്ന ലോകം. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ്. 1 തിമോഥെയോസ് 2:4 നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിർണയമല്ല, ആഗ്രഹം എന്താണ്? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാൻ ഇച്ഛിച്ചിട്ട് എന്നൊരു വാചകമുണ്ട്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല, അത് മറ്റൊരു വിഷയം. അത് മനുഷ്യൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ചാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്, എല്ലാവരും രക്ഷിക്കപ്പെടണം. നമ്മുടെയും ആഗ്രഹം അത് തന്നെ ആയിരിക്കണം. അതുകൊണ്ടാണ് നാം എല്ലാവരോടും സുവിശേഷം പറയുന്നത്. അപ്പോൾ അതാണ് ആ വാക്യത്തിൻ്റെ പ്രസക്തി. അത് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. അടുത്ത ചോദ്യം, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ആളുകൾക്ക് എങ്ങനെ അവനെ വിളിച്ചപേക്ഷിക്കാൻ കഴിയും? യേശുവിനെ കുറിച്ച് കേൾക്കാത്ത ഒരാൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? ഇല്ല. ഉത്തരം, അവർക്ക് കഴിയുകയില്ല, കഴിയില്ല. റോമർ 10:14-15 അതൊന്ന് എടുക്കാൻ പെട്ടെന്ന്. റോമർ 10:14-15. ഈ ശൃംഖല ചെയിൻ എന്നുള്ളതിൻ്റെ മലയാളമാണ്. ഒരു ചെയിൻ പോലെ, ഒരു ചെയിനിലെ പല കണ്ണികൾ പോലെ, ചങ്ങലയിലെ കണ്ണികൾ പോലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് എടുത്തോ. റോമർ 10 തുറന്നു വെക്കുക. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ബൈബിൾ തന്നെയാണ്. ഇത് നോട്ട്സാണ്. ശ്രദ്ധിക്കണം. വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? പക്ഷെ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അടുത്ത്, അവൻ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ നോക്കുക, ആ ചെയിൻ കണ്ടോ? അപ്പോൾ എങ്ങനെയാ തുടങ്ങുന്നത്? തിരിച്ചു എത്തിച്ചാൽ ആദ്യം അയക്കണം. അയക്കുന്നവൻ പോയി പ്രസംഗിക്കണം. പ്രസംഗിക്കുമ്പോൾ കേൾക്കുമ്പോൾ വിശ്വസിക്കും. വിശ്വസിച്ചിട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടന്നെങ്കിൽ മാത്രമേ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത വാചകം, വിശ്വസിക്കാൻ ഒരാൾ കേൾക്കണം, കേൾക്കാൻ ഒരാൾ പ്രസംഗിക്കണം, പ്രസംഗിക്കാൻ ആരെങ്കിലും അയക്കണം. സുവിശേഷീകരണ ദൗത്യങ്ങളുടെ പ്രാധാന്യം ഈ വാക്യം ഊന്നിപ്പറയുന്നു. സുവിശേഷീകരണ ദൗത്യങ്ങളുടെ പ്രാധാന്യമാണ് ഈ വാക്യം ഊന്നിപ്പറയുന്നത്. നമ്മൾ ഈ മിഷണറി പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി കൊടുക്കുമ്പോഴൊക്കെ ഇതാണ് പറയുന്നത്. അല്ലെ, മിഷണറി പ്രവർത്തനങ്ങളുടെ ആവശ്യകത ഇത് തന്നെയാണ്. ആരെങ്കിലും അയക്കണം. ശരി, ആരാണ് ഇനി അയക്കുന്നത്? ആരെ? കർത്താവ് എല്ലാവരും ശിഷ്യന്മാരെ അയച്ചു. ഇന്ന് ആരാണ് അയക്കുന്നത്? ഒരർത്ഥത്തിൽ കർത്താവാണ്. പക്ഷേ കർത്താവ് അതിനെ ഉപയോഗിക്കുന്നത് സഭയാണ് അയക്കേണ്ടത്. ചില സന്ദർഭങ്ങളിൽ ഒരു സഭയ്ക്ക് അയക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മിഷണറി സൊസൈറ്റികളൊക്കെ ചരിത്രത്തിൽ 17-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിട്ടുള്ളത്. മൊറേവിയൻ മിഷണറി പ്രസ്ഥാനം, ലണ്ടൻ മിഷണറി സൊസൈറ്റി, അതാണ് പിൽക്കാലത്ത് LMS എന്നുള്ള പേരിൽ ചർച്ചയായിട്ട് വരുന്നത്. അപ്പോൾ അനേകം മിഷണറി സൊസൈറ്റികൾ ഇന്ന് ലോകത്തിലുണ്ട്. അവയാണ് പലപ്പോഴും സഭകളുടെ പ്രതിനിധികളായിട്ട് ആളുകളെ അനേക രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ളതും അയക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അയക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, ഒന്നുകിൽ പോകുക അല്ലെങ്കിൽ അയക്കുക. അത് എല്ലാ വിശ്വാസികൾക്കുള്ള കൽപ്പനയാണ്. പോകാൻ പറ്റുമെങ്കിൽ പോകണം, അതിന് കഴിയത്തില്ലെങ്കിൽ അയക്കണം. എങ്ങനെയാണ് അയക്കുന്നത്?
കേവലം പ്രാർത്ഥിച്ചയച്ചാൽ മാത്രം പോരാ. ഇങ്ങനെ നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് മിഷണറിമാരെ അയക്കുമ്പോൾ എന്താണ് ബാക്കി പൂരിപ്പിക്കുക. എന്ത് ചെയ്യണം? വെറുതെ അവരങ്ങ് പോകാൻ പറ്റുമോ? അവർക്ക് അതിനുവേണ്ടി ധാരാളം സാമ്പത്തിക ചെലവുണ്ട്, സൗകര്യങ്ങൾ ക്രമീകരിക്കണം. അപ്പോൾ അതാണ് പോകുക അല്ലെങ്കിൽ അയക്കുക എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. അപ്പോൾ അതിന് നമുക്ക് നേരിട്ട് പോകാൻ പറ്റുകയില്ല. എന്നാൽ ഒരാൾ പോകാൻ തയ്യാറാണെങ്കിൽ ആ ആളിൻ്റെ ജീവസന്ധാരണത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. അത് മറ്റ് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും മിഷണറിമാരാകുന്നത്. എല്ലാവർക്കും നേരിട്ടിപ്പം വടക്കേന്ത്യയിലോ അല്ലെങ്കിൽ ടിബറ്റിലോ നേപ്പാളിലോ ഒന്നും പോകാൻ പറ്റുകയില്ല. പക്ഷേ ചിലരെ അയക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. കൊയ്ത്ത് വളരെയുള്ള സത്യം, വേലക്കാരെ ചുരുക്കം. അതുകൊണ്ട് എന്ത് ചെയ്യണം? കൊയ്ത്തിൻ്റെ യജമാനനോട് തൻ്റെ കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഹൃദയഭാരം ഉണ്ടാകുന്നത്. ആ ഭാരം ഒന്നുകിൽ നാം തന്നെ പോവും, അല്ലെങ്കിൽ മറ്റുള്ളവരെ അയക്കാം. അങ്ങനെ ഒരു വലിയ ചെങ്ങലയാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു സംശയം വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഒരിക്കലും കേൾക്കാത്തവരുടെ കാര്യം എന്താണ്? ഒരിക്കലും സുവിശേഷം കേൾക്കാത്ത അനേകരില്ലേ, അനേക രാജ്യങ്ങളിൽ. അവരുടെ കാര്യം എന്താണ്? അതിനെക്കുറിച്ച് ബൈബിൾ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ നമ്മുടെ സാമാന്യ ബുദ്ധി അനുസരിച്ചും വേദപുസ്തകത്തിന്റെ പ്രമാണം അനുസരിച്ചും പറയാവുന്ന ഒരു കാര്യം, ദൈവമാണ് ആളുകളെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. ഇന്നലെ നാം കണ്ടു 9-ാം അധ്യായത്തിൽ. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തവർ അവർ സുവിശേഷം കേൾക്കണം. ആ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുത്തവരെല്ലാം ഏതെങ്കിലും നിലയിൽ കേൾക്കും എന്നുള്ള സംശയമില്ല. അതിന് ദൈവം തന്നെ വഴിയൊരുക്കും, അതിന് യാതൊരു സംശയവുമില്ല. ഉദാഹരണത്തിന് കൊർന്നല്യോസിൻ്റെ ചരിത്രം നമുക്കറിയാം അല്ലേ? അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിൽ താൻ വളരെ ഭക്തനായിട്ടൊക്കെ ജീവിച്ചു. പക്ഷേ കൊർന്നല്യോസ് സുവിശേഷം കേൾക്കാൻ ഒരു മാർഗവുമില്ല. നമ്മൾ എന്ത് ചെയ്തു? ദൈവം പത്രോസിനൊരു ദർശനം കൊടുത്തിട്ട് പത്രോസിനെ അങ്ങോട്ട് അയക്കുകയാണ്. കാരാഗൃഹ പ്രമാണി വാസ്തവത്തിൽ തന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. എങ്ങനെ രക്ഷിക്കും? അതിനുവേണ്ടിയാണ് പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലാക്കിയത്. അപ്പോൾ ദൈവം ചില സാഹചര്യങ്ങൾ കൂടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് കേൾക്കാൻ സാധ്യതയില്ല, കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇനി തിരിച്ചൊരു ചോദ്യമുണ്ട്. ഇനി ആ ആൾ കേട്ടാലും വിശ്വസിക്കുമെന്ന് ഉറപ്പില്ല. ഇപ്പോൾ ചിലർ പറയാറുണ്ട്, ആഫ്രിക്കയിലൊക്കെ പലരുണ്ട്, പക്ഷെ അവർ കേട്ടാൽ വിശ്വസിക്കുന്നതാണ് ഗ്യാരണ്ടി. ഇന്ത്യയിലുള്ള അനേകരുടെ കാര്യം എടുക്കുക, ധാരാളം കേൾക്കുന്നു, പക്ഷെ പലരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ഇത്രയുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടാൽ വിശ്വസിക്കുന്നവരെല്ലാം കേൾക്കും, അത് ദൈവം തന്നെ ക്രമീകരിക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെ കേൾക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അവർ കേട്ടാലും വിശ്വസിക്കുകയില്ല എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ ഒരു വിഷയമല്ല, എങ്കിൽ ഞാൻ അല്പം കൂടെ എക്സ്ട്രാ അങ്ങ് പറഞ്ഞതാണ്. പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത 10-ാം പേജ്, വിശ്വാസത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ച് റോമർ 10:17 എന്താണ് പറയുന്നത്? റോമർ 10:17 നമുക്കറിയാം. വിശ്വാസം കേൾവിയാലും, നോട്ട്സിലുണ്ട് ആ വാക്യം. കേൾവി ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ദൈവവചനത്താലും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്താലും വരും. രണ്ടും ഒന്ന് തന്നെയാണ്. അത് വായിച്ചോ, ബൈബിളിലേന്ന് വായിച്ചോ. ക്രിസ്തുവിൻ്റെ വചനത്താലും അത് തന്നെയാണ് ദൈവവചനത്താലും വരുന്നതെന്ന് ഇവിടെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുവിശേഷം കേട്ടെങ്കിൽ മാത്രമേ വിശ്വാസം ജനിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? വാസ്തവത്തിൽ നമുക്ക് തോന്നും നമ്മളങ്ങ് പ്രസംഗിക്കുന്നു, പക്ഷേ നമ്മൾ പ്രസംഗിക്കുന്ന ദൈവവചനമാണെങ്കിൽ ഈ ദൈവവചനത്തിന് ജീവനും ചൈതന്യവും എല്ലാം ഉണ്ട് അല്ലേ? ഒരു വാക്യം അവിടെ കുറിച്ചോ. യോഹന്നാൻ 6:63 കർത്താവ് തന്നെ പറഞ്ഞു. യോഹന്നാൻ ഇവിടെ ഞാനീ പറയുന്നതൊക്കെ അവിടെ തന്നെ കുറിച്ചാൽ മതി. ഞാൻ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് വിശദീകരിക്കുമ്പോഴായിരിക്കും വാക്യം പറയുന്നത്. യോഹന്നാൻ 6:63 കർത്താവ് എന്നാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ ആത്മാവും ജീവനുമാകുന്നു. എൻ്റെ വചനം ആത്മാവും ജീവനുമാകുന്നു. അപ്പോൾ ഇന്ന് കർത്താവ് നേരിട്ട് പറയുന്നില്ല, കർത്താവിൻ്റെ ദാസന്മാരിൽ കൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ വചനത്തിന് ശക്തിയുണ്ട് അല്ലേ? 31 മുതൽ അതാണല്ലോ കാണുന്നത്. കർത്താവ് പറഞ്ഞു, സകലവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വചനത്തിന്, ദൈവവചനത്തിന് ശക്തിയുണ്ട്. ആ വചനമാണ് ഒരു പാപിയുടെ ഹൃദയത്തിൽ മാനസാന്തരവും രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനവും എല്ലാം ഉളവാക്കുന്നത്. അപ്പോൾ അടുത്ത വാചകം, ആളുകളുടെ ഹൃദയങ്ങളിൽ വിശ്വാസം ജനിക്കണമെങ്കിൽ വചനം പ്രഘോഷിക്കപ്പെടണമെന്ന് ഈ വാക്യം വ്യക്തമാക്കുന്നു. വചനം പ്രഘോഷിക്കപ്പെടണം, മാത്രമല്ല അത് അവരത് വചനം സ്വീകരിക്കുകയും വേണം. ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, മത്തായി 13-ാം അധ്യായത്തിൽ
ഈ വിതയ്ക്കുന്നവൻ്റെ ഉപമ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു 4 സ്ഥലങ്ങളിലാണ് ഇത് വീഴുന്നത്. ആദ്യം വഴിയരികിൽ വീണ വിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ. എന്നിട്ട് കർത്താവ് തന്നെ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് 19-ാം വാക്യത്തിൽ, Matthew 13:19. എന്താണ് പറയുന്നത്? വഴിയരികെ വീണ വിത്ത് എന്താണ് സംഭവിക്കുന്നത്? അത് പറവുകൾ വന്ന് കൊത്തിക്കളഞ്ഞു നാം വായിക്കണം. അതെന്താ കർത്താവിൻ്റെ അർത്ഥം പറഞ്ഞത്? അത് ദുഷ്ടൻ വന്ന് എടുത്തു കളയുന്നു. എന്തുകൊണ്ടാണ് എടുത്തു കളയുന്നത്? 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അത് അവരെ സ്വീകരിക്കാത്തതുകൊണ്ട് എന്തു പറയുന്നു? ദുഷ്ടൻ വന്ന് എടുത്തു കളയുന്നു. ഇന്ന് പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. അവിശ്വാസമുള്ള കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ദൈവവചനം കേൾക്കുന്ന വിശ്വാസമുള്ള കാര്യത്തിലും ഇത് ശരിയാണ്. അപ്പോൾ ദൈവവചനം കേട്ട് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് നാം അത് ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഗ്രഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ദൈവവചനത്തെ ഭക്ഷണത്തോട് ഉപമിച്ചിട്ടുണ്ടല്ലേ. ദൈവവചനം ഭക്ഷണമാണ്. Matthew 4:4 കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനത്താലും ജീവിക്കുന്നത്. ഇതൊരു ഭക്ഷണമാണ്. അത് പറയുമ്പോഴാണ് പെട്ടെന്ന് നോക്കും പഴയത്തിലെ മന്നയുടെ കാര്യം ഓർക്കും. ഈ മന്ന കൊടുത്തപ്പോൾ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. എന്താണ് വ്യവസ്ഥ? മന്ന കൊടുത്തപ്പോൾ ഒരു ദിവസത്തേക്കുള്ളത് പറക്കണം. ശരി, അത് പറക്കിയിട്ടത് ഉപയോഗിക്കാതെ ശേഖരിച്ച് വെച്ചാൽ എന്ത് പറ്റും? ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ മന്ന ഒരു ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പാക്കറ്റിലിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ ബേക്കറിയിലൊക്കെ ചെന്ന് ബ്രെഡൊക്കെ വാങ്ങിക്കുമ്പോൾ അത് ബ്രെഡിൻ്റെ ആ പാക്കറ്റ് എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കും. എന്താണ് നോക്കുന്നത്? എക്സ്പയറി ഡേറ്റ് അല്ലേ. വിലയേക്കാൾ പ്രധാനമാണ് എക്സ്പയറി ഡേറ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ബൈ ഡേറ്റ് എന്ന് എഴുതാറുണ്ട് ബ്രെഡിനെല്ലാം. ശരി, മന്ന അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ യൂസ് ബൈ ഡേറ്റും മാനുഫാക്ചറിങ് ഡേറ്റും ഒക്കെ എങ്ങനെ ആയിരിക്കും? രണ്ടും ഒന്നാണല്ലേ. ഒറ്റ ദിവസത്തേക്കേ ഉള്ളൂ. ആ ഒറ്റ ദിവസം കൊണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോകും. ഉപമിച്ച് പറഞ്ഞാൽ നാം കേൾക്കുന്ന ദൈവവചനം മന്നയാണ്. അത് അന്നു തന്നെ ഉപയോഗിച്ചില്ലെങ്കിൽ, അന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യുവാൻ, അനുസരിക്കുവാൻ തീരുമാനമെടുത്തില്ലെങ്കിൽ ദൈവവചനത്തിന് കേടുവരികയില്ല. പക്ഷേ നമുക്കത് പ്രയോജനം ഇല്ലാതായി തീരും. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ കേൾക്കുന്ന വിശ്വാസം, അത് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്താലും വരുന്നു. അപ്പോൾ ആ കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കണം. അത് വിശ്വസിക്കണം, അതനുസരിക്കുവാൻ തീരുമാനമെടുക്കണം. ആ പ്രാധാന്യമാണ് അവിടെ കാണുന്നത്. സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുവെങ്കിലും ദൈവവചന പഠനത്തോടുള്ള ബന്ധത്തിലും ഇത് വളരെ ശരിയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ ശരിയാണെന്ന് മനസ്സിലാക്കണം. 9-ാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ അവിശ്വാസത്തിന് അവർ തന്നെയാണ് കാരണക്കാരെന്ന് കാണിക്കാൻ പഴയ നിയമം പൗലോസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? അത് ഈ കാര്യങ്ങൾ നാം കാണുന്നത് 10-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിലാണ്. അവിടെ ഇസ്രായേലിൻ്റെ അവിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഞാൻ ആ ബൈബിളിൽ തന്നെ വായിക്കാം. എന്നാൽ റോമർ 10:19, എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ? ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1 മോശെ പറയുന്നു. വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? മോശയുടെ കാലത്ത് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ കാലത്ത് തന്നെ മോശയുടെ അന്തിമ പ്രസംഗത്തിൽ അതിൻ്റെ കൊട്ടേഷൻ ആവർത്തന പുസ്തകം 32-ാം അധ്യായം 21-ാം വാക്യമാണ്. ഞാൻ ആ നോട്ട്സും കൂടെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയാം. ഇസ്രായേൽ സന്ദേശം കേട്ടെങ്കിൽ അത് നിരസിച്ചു എന്ന് കാണിക്കാൻ മോശയെയും യെശയ്യാവിനെയും അദ്ദേഹം ഉദ്ധരിക്കുന്നു. അദ്ദേഹം എന്ന് വെച്ചാൽ പൗലോസ് ഉദ്ധരിക്കുന്നു. എന്താണ് അവിടെ ഇപ്പോൾ ഞാൻ വായിച്ച വാക്യം 19-ാം വാക്യം എന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 32:21. ആവർത്തനം 32:21 ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. വാസ്തവത്തിൽ ഇവിടെ മോശ പ്രസംഗിക്കുമ്പോൾ 31-ാം അധ്യായങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ മോശയുടെ കാലത്ത് തന്നെ വിഗ്രഹങ്ങളെ ആരാധിച്ചല്ലേ. സീനായ് മലയിൽ നിന്ന് കൽപ്പനകൾ എഴുതിയ കൽപ്പനകളുമായിട്ട് വരുമ്പോൾ തന്നെ വിഗ്രഹത്തെ ആരാധിച്ചു. അതിനുശേഷം കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നത് തൊട്ടു മുമ്പാണ്. ബിലയാമിൻ്റെ കാലത്തും അല്ലേ അവർ ബാലിനെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം കുറേ പേരെ ശിക്ഷിക്കുന്നുണ്ട്. ഭാവിയിലും അവർ അങ്ങനെ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 31-ന്റെ 16-17 വാക്യങ്ങളിലൊക്കെ ഇങ്ങനെ ദൈവം ഒരു പ്രവചനം പോലെ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ വാക്യം പറയുന്നത്.
എന്നാൽ ഭാവിയിൽ ജനമല്ലാത്തവരെ കൊണ്ട്, ജനമെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളാണ്, അവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കുന്ന ഒരു പ്രോഫസിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. എന്നാൽ അവർ കർത്താവിനെ നിരസിച്ച് അന്യവിഗ്രഹങ്ങളുടെ മുന്നാലെ പോകുന്നതുകൊണ്ട് ഈ ജാതികളെ ദൈവം രക്ഷിക്കും, അവരെ കൊണ്ട് എവർക്ക് എരിവ് വരുത്തുമെന്ന് ഒരു പ്രവചനമുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇനി യശയാവിൻ്റേത് 20-ാം വാക്യമാണ്. അത് യശയാവ് 65-ന്റെ 1-2 കുറിച്ചാൽ മതി. വേണമെങ്കിൽ ബൈബിളിലും എഴുതാം. യശയാവ് 65-ന്റെ 1-2 ഇവിടെ പറയുന്ന 20-ാമത്തെ വാക്യം. എന്താണ്? എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി. അത് 1-ാമത്തെ വാക്യമാണ്. 21-ൽ അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി. ഇപ്പോൾ അവസാനമുണ്ട് അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനം. അപ്പോൾ എന്താണ് അവരുടെ പ്രശ്നം? ദൈവം അവരെ നിരസിച്ചതല്ല, തിരസ്കരിച്ചതല്ല, പിന്നെ അവർ അനുസരിച്ചില്ല, അവർ ദൈവത്തോട് മത്സരിച്ചു. പ്രശ്നം അവരുടെ തന്നെയാണ്. ഇനി നോട്ട്സിലേക്ക് വരാം. അവസാന വാചകം, പ്രശ്നം അജ്ഞതയല്ല, അറിവുകേടല്ല, അറിയാത്തതല്ല, കേൾക്കാത്തതല്ല. ഇസ്രായേൽ കേട്ടതുപോലെ ആര് കേട്ടു? കർത്താവ് നേരിട്ട് അവരുടെ ഇടയിൽ മനുഷ്യനായിട്ട് വന്ന് ജീവിച്ച് അവസാനത്തെ 3.5 വർഷക്കാലം വ്യക്തമായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇതെല്ലാം കേട്ടിട്ടും പിന്നെ താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അനേകം അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടും അവർ നിരസിച്ചു. എന്താണ് അവരുടെ പ്രശ്നം? കർത്താവ് തന്നെ പറയുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ പ്രശ്നം അജ്ഞതയല്ല, മറിച്ച് മനഃപൂർവ്വമായ അനുസരണക്കേടാണെന്ന് പൗലോസ് വിശദീകരിക്കുന്നു. ബ്രാക്കറ്റിൽ യോഹന്നാൻ 5:39-40 നോക്കാം. കർത്താവ് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇസ്രായേലിൻ്റെ പ്രശ്നമെന്ന്? യോഹന്നാൻ 5:39-40. ആ ആ അത്രയും ശ്രദ്ധിക്കണം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, നല്ല കാര്യം. ശാസ്ത്രിമാരും പരീക്ഷന്മാരും ദിവസവും കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്നവരായിരുന്നു. ശാസ്ത്രിമാരത് കോപ്പി ചെയ്യുമായിരുന്നു. വായിക്കുക മാത്രമല്ല, നമ്മളാരും വായിക്കുന്നത് അതുപോലെ കോപ്പി ചെയ്യാറില്ല. അത്രയും ചെയ്തവരാണ്. അവർക്കറിയാം നിത്യജീവനുണ്ടെന്ന്. അതെല്ലാം അവർ ചെയ്യുന്നു. 40-ാം വാക്യം, അതാണ് പ്രശ്നം. ഇതെല്ലാം അവർ ചെയ്തു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതാ പ്രശ്നം, മനസ്സില്ല. അതാണ് മനഃപൂർവ്വമായി ക്രിസ്തുവിനെ നിരസിക്കുകയായിരുന്നു. അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ കർത്താവ് അവരെ തിരസ്കരിച്ചതല്ല. അവരുടെ അവിശ്വാസത്തിന് കാരണക്കാർ അവർ തന്നെയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ദൈവം പരമാധികാരിയാണെങ്കിലും നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് പലപ്പോഴും മനുഷ്യർ, അത് ഇസ്രായേൽ മക്കളാണെങ്കിലും പ്രജാതികളാണെങ്കിലും എല്ലാവരും അത് മിസ്യൂസ് ചെയ്യുന്നത്, ദുരുപയോഗം ചെയ്യുന്നതാണ് അവരുടെ പ്രശ്നം. അത്രയും പറഞ്ഞ ആ അധ്യായം തീരുകയാണ്. 11-ാം അധ്യായം കൂടെ നമുക്ക് നോക്കണം. 12 കൂടെ ചിന്തിക്കണം. 12 നമ്മെ സംബന്ധിച്ച് കൂടുതൽ പ്രധാനം. 11 ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനമാണ്. അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ആവശ്യമാണ്. 11-ാം അധ്യായം, പേജ് 11. റോമർ 11-ൽ പൗലോസ് ഉത്തരം നൽകുന്ന പ്രധാന ചോദ്യം എന്താണ്? ഓരോ അധ്യായത്തിലും ഓരോ പ്രധാന വിഷയങ്ങളുണ്ട്. എന്താണ്? ദൈവം ഇസ്രായേലിനെ ശാശ്വതമായി തള്ളിക്കളഞ്ഞോ എന്നതിന് പൗലോസ് ഉത്തരം നൽകുന്നു. ഇപ്പം ആദ്യത്തെ 9-10 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇനി ഇസ്രായേലിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലേ, അവരെ ശാശ്വതമായിട്ട് തള്ളിക്കളഞ്ഞു എന്നൊക്കെ ചില സംശയങ്ങൾ വരും. ആ ചോദ്യത്തിനാണ് പൗലോസ് ഇവിടെ ഉത്തരം നൽകുന്നത്. അദ്ദേഹം പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ എഴുതുന്നു, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അവർ ക്രിസ്തുവിനെ നിരസിച്ചുവെങ്കിലും ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴും ഇന്ന് ഏത് യഹൂദൻ വിശ്വസിച്ചാലും ഉടനെ അവന് രക്ഷ പ്രാപിക്കാൻ കഴിയും. യഹൂദൻ എന്ന ജാതി എന്ന വ്യത്യാസമില്ല. ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. റോമർ 11:1 അത് പൗലോസ് പറയുന്നുണ്ട്. ഇസ്രായേലുമായുള്ള ദൈവത്തിൻ്റെ ഉടമ്പടി ഇപ്പോഴും സാധുവാണ്. ആ 11:1 വായിക്കാം. വാക്യം ബൈബിളിലേത് റോമർ 11:1. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. മതി. ദൈവം മുന്നറിഞ്ഞവരെ, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം തള്ളിക്കളയുകയില്ല. ഇതേ അധ്യായത്തിൽ തന്നെ പിന്നെ മുന്നോട്ട് വരുമ്പോൾ നാം വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ വിളിയെയും 29-ാം വാക്യത്തിൽ ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഗമിക്കുന്നില്ലല്ലോ. 11:29. അപ്പോൾ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല.
മാത്രമല്ല പൗലോസ് പറയാൻ ഞാനും ഇസ്രായേലിയനാണ്. അതുകൊണ്ട് പൗലോസ് ഇസ്രായേലിനായ പൗലോസ് തന്നെയാണ് ഈ ഇസ്രായേൽ മക്കളുടെ തിരസ്കാരത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും പറയുന്നത്. ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാനും ഇസ്രായേലിനാണെന്ന് പറയുന്ന അർത്ഥം എന്താ? ദൈവം എന്നെ തിരഞ്ഞെടുത്തല്ലോ, ഞാൻ വിശ്വാസിയായല്ലോ, ഞാൻ ക്രിസ്ത്യാനിയായല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും രക്ഷിക്കപ്പെടാമെന്നാണ് പൗലോസ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് കാണിക്കാൻ പൗലോസ് ഏത് ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്? ഇത് 1-ാം വാക്യത്തിൽ തന്നെ ഉള്ളതാണ്. ഏത് ഉദാഹരണമാണ് ഉപയോഗിക്കുന്നത്? പൗലോസ് അതിൻ്റെ ഉത്തരം കൊണ്ട് പൗലോസ് തന്നെ ഒരു ഉദാഹരണമായി ഉപയോഗിക്കുന്നു. അദ്ദേഹം ബെന്യാമീൻ ഗോത്രത്തിൽ നിന്നുള്ള ഒരു ഇസ്രായേലിയനാണ്. എന്നിട്ടും അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈ അധ്യായത്തിൽ 4-5 തെളിവുകൾ പൗലോസ് പറയുന്നുണ്ട്. ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് ആദ്യത്തെ ഉദാഹരണം താൻ തന്നെയാണ്. താൻ രക്ഷിക്കപ്പെട്ടു. മാത്രമല്ല, താൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല, അല്ലേ? എന്താണ് പൗലോസിൻ്റെ മാനസാന്തരത്തിൻ്റെ പ്രത്യേകത? താൻ ഒരു കാലത്ത് ക്രിസ്തുവിനും ക്രിസ്തു സഭയ്ക്കും എതിരെ പ്രവർത്തിച്ച് അവരെ കൊന്നു മുടിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ്. ഞാൻ നിഷ്ഠൂരനും ഉപദ്രവകാരിയുമായിരുന്നു എന്നൊക്കെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു. ഞാൻ പാപികളിൽ ഒന്നാമൻ. അതല്ല, ഈ അർത്ഥത്തിലാണ്. അങ്ങനെയുള്ള പൗലോസിനെ കർത്താവ് രക്ഷിച്ചെങ്കിൽ, അല്ലെങ്കിൽ പൗലോസിന് രക്ഷിക്കപ്പെടാമെങ്കിൽ ബാക്കിയുള്ളവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് പൗലോസ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, ഇസ്രായേലിലെ വിശ്വസ്ത ശേഷിപ്പിനെ പൗലോസ് എങ്ങനെ വിവരിക്കുന്നു? അത് 2-3 വാക്യങ്ങളുടെ ഒരു ചുരുക്കമാണ്. 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേലിൽ ഒരു വിശ്വസ്ത ശേഷിപ്പുണ്ട്. അവിടെ ഏലിയാവിൻ്റെ ചരിത്രം 1 രാജാക്കന്മാർ 19 ചരിത്രമാണ് പറയുന്നത്. അതിൻ്റെ 2-3 വാക്യങ്ങളാണ് കുറിക്കുക. ഏലിയാവിൻ്റെ കാലത്തെ അവിടെ 1 രാജാക്കന്മാർ 19:10-14 അവിടെ എഴുതുക. 1 രാജാക്കന്മാർ 19:10-14 റോമർ 11:4 ഉദ്ധരിച്ചിരിക്കുന്നത്. ഏലിയാവിൻ്റെ കാലത്തെ എന്ന് എഴുതിയിട്ട് ഞാൻ നോട്ട്സിൽ റോമർ 11:4 എന്ന ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് 1 രാജാക്കന്മാർ 19:10-14 ആ ഭാഗത്ത് 2 ഭാഗത്തും ഇത് ഏലിയാവ് പറയുന്നുണ്ട്. കർത്താവേ, അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. പശ്ചാത്തലം നമുക്കറിയാം. 18-ാം അധ്യായത്തിൽ അവിടെ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ബാലിനെയും അശേരയെയും ഒക്കെ വെല്ലുവിളിച്ച ആ ഏലിയാവ് അവിടെ ഈസബേൽ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ടപ്പോൾ തൻ്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ഓടി ബേർഷേബ മരുഭൂമിയിൽ വന്ന് അവിടെ ഒരു ചൂരത്തിയുടെ കീഴിൽ ഇരിക്കുന്നു. പിന്നെ അതിനുശേഷം ദൂതൻ വന്ന് അപ്പവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹോരേബ് മരുഭൂമിയിൽ ഹോരേബ് പർവ്വതത്തിൻ്റെ അവിടെ ചെന്നൊരു ഗുഹയിൽ ഒളിച്ചിരിക്കുക. അപ്പോഴാണ് ദൈവം അവിടെ പ്രത്യക്ഷനായി ചോദിക്കുന്നത്, ഏലിയാവേ, നിനക്ക് ഇവിടുത്തെ കാര്യം? അപ്പോഴാണ് പറയുന്നത്, അവർ എല്ലാവരെയും കൊന്നു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ഇതാണ് ഏലിയാവിൻ്റെ ഭാഗം. അപ്പോൾ ഏലിയാവിൻ്റെ അറിവിൽ, പരിജ്ഞാനത്തിൽ താൻ മാത്രമേ ഉള്ളൂ യഹോവയെ സേവിക്കുന്ന വ്യക്തി. ബാക്കി എല്ലാവരും ബാലിനെ സേവിക്കുന്നവരാണ്. അടുത്ത വാചകം, എന്നാൽ ഏലിയാവിൻ്റെ കാലത്തെ ബാലിനെ വണങ്ങാത്ത 7000 പേരെ പൗലോസ് പരാമർശിക്കുന്നു. അപ്പോൾ ദൈവമാണ് പറയുന്നത്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ ശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വാക്യം എഴുതിക്കൊള്ളുക. 7000 പേര്. അവിടെ 1 രാജാക്കന്മാർ 19:18. 1 രാജാക്കന്മാർ 19:18. അപ്പോൾ എന്താണ് പൗലോസ് ഇതുകൊണ്ട് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്? ഏത് കാലത്തും ഇപ്പോൾ നമ്മൾ പറയുന്ന വിശ്വാസ ത്യാഗമാണ്, എല്ലാവരും ദൈവത്തെ വിട്ട് ഉപേക്ഷിച്ച് പോവുകയാണ്. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ പോലും ദൈവത്തിന് കൃപയാൽ ഒരു ശേഷിപ്പുണ്ട്. ദൈവം ചിലരെ ഒരുക്കിയിട്ടുണ്ട്. ഏലിയാവിൻ്റെ കാലത്ത് ശരിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസ് എഴുതുന്ന കാലത്തും ഭാവിയിൽ ഇത് ശരിയാകും എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ദൈവം ഇസ്രായേലിനെ തിരസ്കരിച്ചിട്ടില്ല. ഒന്നാമത് താൻ തന്നെയാണ് എൻ്റെ ഉദാഹരണം. രണ്ടാമത് പറയുന്നു ഏലിയാവിൻ്റെ ഉദാഹരണം. ഏലിയാവിൻ്റെ കാലത്തെ 7000 പേരുടെ കാര്യം എടുത്തു പറയുകയാണ്. നാലാമത്തെ ചോദ്യം, കൃപയുടെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചുള്ള ശേഷിപ്പ് എന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? 5-ാം വാക്യത്തിലാണ്. ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ഈ കാലത്തിലും, പൗലോസ് എഴുതുന്ന കാലത്തും ഈ സഭായുഗത്തിലും, അതാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ദൈവം എപ്പോഴും ഇസ്രായേലിലെ വിശ്വസ്തരായ വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ സംരക്ഷിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഏത് കാലത്തും ദൈവം ചെയ്യും. വിശ്വസ്തരായ വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ, ഇസ്രായേലിൻ്റെ ഉള്ള ബന്ധത്തിൽ മാത്രമല്ല, സഭാചരിത്രം പരിശോധിച്ചാൽ അത് ശരിയാണ്.
സഭാചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 4 നൂറ്റാണ്ടിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സഭയിൽ വലിയൊരു ആത്മീയ അധപ്പതനമൊക്കെ ഉണ്ടാകുകയാണ്. സഭാചരിത്രത്തിൽ ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ എത്ര ഇരുണ്ട കാലഘട്ടത്തിലും കുറേ വിശ്വാസികളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ 16-ാം നൂറ്റാണ്ടിൽ നവോത്ഥാനമൊക്കെ ഉണ്ടായി, ഇങ്ങനെ വലിയൊരു ഉണർവുണ്ടായി, വിശ്വാസികളുടെ വലിയ സമൂഹം ഉണ്ടാകാൻ ഇടയായത്. അപ്പോൾ വിശ്വാസികളില്ലാത്ത ഒരു കാലവുമില്ല. എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, എന്നാൽ ദൈവം ഒരു ന്യൂനപക്ഷത്തെ, ഒരു ശേഷിപ്പിനെ എല്ലാ കാലത്തും തനിക്ക് വേണ്ടി കരുതുന്നുണ്ടെന്നാണ് പറയുന്നത്. പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, കൃപയുടെ അടിസ്ഥാനത്തിലാണ്. അത് 6-ാം വാക്യമാണ്. കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്നാണ് പറഞ്ഞു വരുന്നത്. കുറേ പേര് ആളുകളുടെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. അത് പ്രവൃത്തികളാലല്ല. എഫേസ്യർ 2:8 നാം വായിക്കുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ എന്താണ് വായിക്കുന്നത്? ആരും വിശ്വസിക്കാതിരിക്കാൻ കാരണമല്ല. അത് ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല. കാരണം പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ, പ്രവൃത്തിയുടെ അല്പമെങ്കിലും അംശം രക്ഷയ്ക്കുണ്ടെങ്കിൽ മനുഷ്യരെ നമ്മൾ എന്ത് ചെയ്യും? പ്രശംസിക്കും. ആരും ദൈവം അവസരം കൊടുക്കുകയില്ല. ഇത് 100% കൃപയാണ്, വിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് പോലും നമുക്ക് പ്രശംസിക്കാവുന്ന ഒന്നല്ല. അത് മനസ്സിലാക്കാം. വിശ്വാസമല്ല എഫേസ്യർ 2:8 പറയുന്ന ദാനം രക്ഷ തന്നെയാണ്. വിശ്വാസത്തെയും ദാനമായിട്ട് കണക്കാക്കുന്നവരുണ്ട്. എന്നാൽ അതിനേക്കാൾ നല്ലത് ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ദൈവവചനവും ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് അതിൻ്റെ അനന്തരഫലമായിട്ട് ആ പാപിയുടെ പ്രതികരണമാണ് വിശ്വാസം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, കൃപ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കരം പോലെയാണ്. ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം രക്ഷ ദാനമായി നൽകുകയാണ്. എന്നാൽ ആ രക്ഷ സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ കരം സ്വർഗത്തിലേക്ക് ഉയരുന്നു. അതാണ് വിശ്വാസം. മനസ്സിലായോ? കൃപ ദൈവത്തിൻ്റെ കരമാണ്, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. വിശ്വാസം എന്നത് മനുഷ്യൻ്റെ കരമാണ്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്നത്. ആ കരം ഉപയോഗിച്ചാണ് ഈ വിശ്വാസം സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പ്രശംസയായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷനോ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് വിളിക്കുന്നു. അപ്പോൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി മുഖ്യാതിഥി കാണും. അങ്ങനെ സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും അത് സ്വീകരിക്കുന്നു. സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ആരെങ്കിലും പറയുമോ, ഞാൻ കൈ നീട്ടിയത് കൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്, ഞാൻ കൈ നീട്ടി? അത് നമ്മളാരും പറയത്തില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ആ നമ്മുടെ ഒരു കരം നീട്ടുന്നത് മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിലൊന്നും പ്രശംസിക്കാനൊന്നുമില്ല. അതുതന്നെ സ്വാഭാവികമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും ശക്തമായ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലമാണ്. അപ്പോൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിശ്വാസം മൂലം എന്ന് പറയുമ്പോൾ വിശ്വാസം മൂലം, ബൈ ഗ്രേസ് ആൻഡ് ത്രൂ ഫെയ്ത്ത്. ആ വാക്കുകൾ ഇംഗ്ലീഷിലെ ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൃപയാൽ അത് സോഴ്സിനെ കാണിക്കുക. ഇതൊരു ത്രൂ എന്ന് പറയുമ്പോൾ ഒരു ചാനൽ പോലെ മാത്രമേ. ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്ന ആൾ കൈ നീട്ടുന്ന പോലെ മാത്രമേ ഉള്ളൂ വിശ്വാസം. തീർച്ചയായും വിശ്വാസം പ്രധാനമാണ്, എന്നാൽ അതിൽ മനുഷ്യനെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, 5-ാമത്തെ. ഇസ്രായേലിലെ വിശ്വസിക്കാത്തവർക്ക് എന്ത് സംഭവിച്ചു? വിശ്വസിച്ചില്ലെങ്കിൽ എന്താണ് പറ്റുന്നത്? ഇന്നലെ ഫറവോൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഫറവോന് എന്താണ് പറ്റിയത്? അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. എങ്ങനെ? ദൈവം എന്തെങ്കിലും ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ ഫറവോൻ്റെ ഹൃദയം കഠിനമാകട്ടെ? അങ്ങനെയല്ല കഠിനമാക്കിയത്. ദൈവം വീണ്ടും വീണ്ടും ഫറവോന് അവസരം കൊടുത്തു. ഓരോ പ്രാവശ്യവും ഓരോ ബാധ അയക്കുമ്പോൾ ഫറവോനൊരു തൽക്കാലത്തേക്കൊരു മാനസാന്തരം ഉണ്ടാകും. ബാധ നിൽക്കുമ്പോൾ താൻ പറഞ്ഞ പോലെ ചെയ്യത്തില്ല. അങ്ങനെ ഓരോ പ്രാവശ്യവും ദൈവത്തിൻ്റെ കരുണ നിരസിച്ച് ഹൃദയം കഠിനപ്പെട്ടു. അത് ഫറവോൻ്റെ കാര്യത്തിലും എല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ ശരിയാണ്. അപ്പോൾ വചനം അതുപോലെ നമ്മളെ സംബന്ധിച്ച് ശരിയാണ്. വചനം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ചും ആദ്യമൊക്കെ വചനം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചൊരു ആവേശവും പാപബോധ്യവും ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. എന്നാൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ക്രമേണ പിന്നെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിക്കുകയില്ല, മനസ്സിലാകുകയില്ല. അവിടെ ഹൃദയ കാഠിന്യം വിശ്വാസികൾക്കും ഉണ്ടാകാം. ഓക്കെ, നോട്ട്സിലേക്ക് വരാം. അവരുടെ ഹൃദയങ്ങൾ കഠിനപ്പെട്ടു, അവർ ആത്മീയമായി അന്ധരായി. റോമർ 12:7 മുതൽ 10 വരെ അതൊക്കെ പറയുന്നുണ്ട്. പഴയ നിയമ പ്രവചനങ്ങൾ
നിവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പല പ്രവചനങ്ങളുണ്ട്. യെശയ്യാ 29:10, സങ്കീർത്തനം 69:22, 23 ഇവിടെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 8-ാം വാക്യത്തിൽ ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണുമൊക്കെ നൽകിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം പഴയ നിയമത്തിലെ ഉദ്ധരണികളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ മോശയിൽ കൂടെയൊക്കെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനത്തിലും ഉണ്ട്, അല്ല യെശയ്യാപ്രവചനത്തിലുണ്ട്. അപ്പോൾ ഇതാണ് വാസ്തവത്തിൽ ഇസ്രായേലിന് സംഭവിച്ചത്. ഇസ്രായേലിൽ ഇങ്ങനെ ഒരു കാഠിന്യം വരുമെന്നുള്ളതും പഴയ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാപ്രവചനത്തിൽ 53 നമുക്കറിയാം മശിഹയെക്കുറിച്ചുള്ള പ്രവചനമാണ്. എന്നാൽ ഇസ്രായേലിന് ഇങ്ങനെ ഹൃദയകാഠിന്യം ഉണ്ടാകും എന്നുള്ള കാര്യവും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 6-ാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ പതനം അനുവദിച്ചതിലെ ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ദൈവം അനുവദിച്ചു. ദൈവഹിതത്തെക്കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുമ്പോൾ ആ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലുണ്ട്. എന്നാൽ ദൈവത്തിനൊരു പെർമിസീവ് വില്ലുമുണ്ട്. അത് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് വില്ല് അനുസരിച്ച് ജീവിക്കണമെന്നാണ്. എന്നാൽ അത് തള്ളിക്കളയുമ്പോൾ, അതനുസരിക്കാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം പെർമിറ്റ് ചെയ്യും. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ പറയുന്നതാണ്, അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുക എന്നൊരു ചൊല്ല്, നല്ല ചൊല്ല് മലയാളത്തിലുണ്ട്. അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പിന്നെ പോകുന്ന വഴി അടിക്കുക. അത് ദൈവം ചെയ്യും. ദൈവം ആദ്യം അടിക്കും, ബാലശിക്ഷ നൽകും, ശരിയായ വഴി കാണിച്ചു തരും. എന്നാൽ അങ്ങനെ പല പ്രാവശ്യം ബാലശിക്ഷ നൽകിയിട്ടും ശരിയായ വഴി കാണിച്ചിട്ടും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം അനുവദിക്കും. ദൈവം അവരെ ആ നിലയിൽ തള്ളിക്കളഞ്ഞുള്ള വാക്ക് മലയാളത്തിൽ പലപ്പോഴും വരുന്നുണ്ട്. ദൈവം അവരെ ആ നിലയിൽ വിട്ടു, അവരുടെ വഴിക്ക് പോകാൻ അനുവദിച്ചു. ഏറ്റവും നല്ല ഉദാഹരണം ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിന് കൽപ്പന കൊടുത്തപ്പോൾ എന്താണ് കൽപ്പന കൊടുത്തത്? 1-ാമത്തെ കൽപ്പനയും 2-ാമത്തെ കൽപ്പനയും അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, വിഗ്രഹങ്ങളെ സേവിക്കരുത്. നമുക്ക് വാസ്തവം ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. എന്തിനാണ് അവർ ഈ മിസ്രയീമിൽ നിന്ന് ഇത്രയും അത്ഭുതങ്ങൾ ചെയ്ത് കൊണ്ടുവന്ന ഈ യഹോവയെ അറിഞ്ഞിട്ട് ഈ ബാലിൻ്റെയും അശേരയുടെ ഒക്കെ പിന്നാലെ പോയത്? നമുക്ക് അത്ഭുതം തോന്നും. ഇത്രയും അറിഞ്ഞ ജനം അല്ലാതുള്ളൊരു പോയാൽ മനസ്സിലാക്കും. വാസ്തവത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഇവർ ഈ കനാൻ നാട്ടിൽ വന്നപ്പോൾ കനാൻ നാട്ടിലുള്ളവരെ എല്ലാം ഉന്മൂലനാശം ചെയ്യണമെന്നാണ് മോശയിൽ കൂടെ പറഞ്ഞത്. പക്ഷേ ഇസ്രായേൽ ചെയ്തില്ല. അവരല്പം സോഫ്റ്റ് കോർണർ കാണിച്ചു, സിമ്പതി കാണിച്ചു. അതുകൊണ്ട് എന്തു പറ്റി? ഈ കനാന്യരുടെ ചില ദുരാചാരങ്ങൾ ഇസ്രായേൽ മക്കളെ ബാധിച്ചു. കനാന്യർ എന്താണ് വിശ്വസിച്ചിരുന്നതെന്ന് അറിയാമോ? അവർ വിശ്വസിച്ചിരുന്നത് ഓരോ പ്രദേശത്തിനും ഒരു പ്രത്യേക ദേവൻ അല്ലെങ്കിൽ ദേവിയുണ്ട്. എല്ലാം ബാലെന്നാണ് പറഞ്ഞത്. പക്ഷേ ബാലിന് തന്നെ ഓരോ സ്ഥലത്തനുസരിച്ച് പേര് മാറും. ബാൽ പെയോർ എന്നൊക്കെ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രദേശത്തിനും ഓരോ ബാൽ ദേവന്മാരുണ്ട്. ആ ദേവനെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ കൃഷി നന്നാകുകയുള്ളൂ. നല്ല കൃഷി കിട്ടണമെങ്കിൽ, നല്ല കൃത്യസമയത്ത് മഴയും വെയിലുമൊക്കെ കിട്ടണമെങ്കിൽ ആ ദേവനെ പ്രസാദിപ്പിക്കണം എന്ന് ഈ കനാന്യർ പറഞ്ഞത് ഇസ്രായേൽ മക്കൾ വിശ്വസിച്ചു. ചിന്തിക്കാൻ പ്രയാസമാണ്. ബാലാണോ മഴ പെയ്ക്കുന്നത്, സൂര്യനെ ഉദിപ്പിക്കുന്നത്? അതല്ലെന്ന് ഇസ്രായേൽ മക്കൾക്ക് അറിയാം. എന്നാൽ ആ പ്രദേശത്ത് പോയപ്പോൾ അവർ പറഞ്ഞു, ഈ പ്രദേശത്ത് ഇങ്ങനെയൊക്കെയാണ് നാട്ടു നടപ്പ്, ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ കൃഷി നാശമുണ്ടാകും. അക്കാലത്ത് ആളുകളെല്ലാം ജീവിച്ചത് കൃഷി മുഖാന്തരമാണ്. അന്ന് ഇന്നത്തെ പോലെ മറ്റു തൊഴിലില്ല, അതുപോലെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളോ ഫാക്ടറികളോ ഒന്നും ഇല്ലാത്ത കാലം. ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണ് ഇവർ പലപ്പോഴും ഈ അന്യദൈവങ്ങളെ സേവിക്കാൻ പോയത്. അങ്ങനെ സേവിച്ച് നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് എന്ത് ചെയ്തു ദൈവം? വടക്കൻ രാജ്യമായ ഇസ്രായേലിനെ അശൂരിലേക്കും തെക്കൻ രാജ്യത്തെ ബാബേൽ പ്രവാസത്തിലേക്കും വിട്ടു. എന്തിന്? കനാൻ നാട്ടിൽ ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശത്ത് കിടന്നുകൊണ്ട് അവർ ആരെയാണ് സേവിക്കുന്നത്? ബാലിനെ. എന്നാൽ പിന്നെ അങ്ങ് പൊയ്ക്കോ, ധാരാളമായിട്ട് സേവിക്കുക. എന്തിനാണ് ഇവിടെ താമസിക്കുന്നത്? നിങ്ങളെ അങ്ങോട്ട് തന്നെ വിട്ടേ, കൊതി തീരെ അങ്ങ് സേവിച്ചോളാൻ പറഞ്ഞു. അത് അടിക്കുന്ന വഴിയെ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കാനാണ്. പക്ഷെ ബാബേലിൽ ചെന്ന് ശരിക്കും 70 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഒരു പാഠം ശരിക്കും പഠിച്ചു. ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞ ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം ഇസ്രായേൽ മക്കൾ ഒരിക്കലും വിഗ്രഹങ്ങളെ സേവിച്ചിട്ടില്ല. ശരിക്കുള്ള അടി കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി. ബാബേലിൽ ചെന്ന് ശരിക്കും ബാലിനെ സേവിച്ചതിൻ്റെ കൊതി തീർന്നു. പിന്നെ അവർ അന്യവിഗ്രഹങ്ങളെ സേവിക്കാൻ പോയിട്ടില്ല. ഇന്നും ഒരു യഥാർത്ഥമായിട്ടൊരു വിശ്വാസത്തിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ അന്യവിഗ്രഹങ്ങളെ സേവിക്കാൻ ഇസ്രായേൽ മക്കൾ പോകാറില്ല, ഏത് രാജ്യത്താണെങ്കിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ.
അപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ എന്തിനാണ് ദൈവം ഈ പതനമൊക്കെ അനുവദിച്ചത്? 6-ാമത്തെ ചോദ്യം, ഇസ്രായേലിൻ്റെ തിരസ്കരണം ജാതികൾക്ക് രക്ഷയ്ക്കുള്ള വാതിൽ തുറന്നു. റോമർ 11:11. അവിടെ അതെന്താണ് പൗലോസോട് പറയുന്നത്? വാസ്തവത്തിൽ സുവിശേഷീകരണം ആരംഭിച്ചപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? അപ്പോസ്തലത്തിൽ 1:8 പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം. അപ്പോസ്തലന്മാരുടെ ക്രമത്തിലാണ് സുവിശേഷീകരണം തുടങ്ങുന്നത്. യെരുശലേമിൽ തന്നെ പ്രസംഗിച്ചു, അല്ലെ യഹൂദയിൽ പ്രസംഗിച്ചു. പക്ഷെ അങ്ങനെ അവർ തിരസ്കരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവർ ജാതികളിലേക്ക്. അപ്പോസ്തലത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസനെ പറയുന്നുണ്ട്, നിങ്ങൾക്കിത് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുകയാണ്. പക്ഷെ അങ്ങനെ പോയതുകൊണ്ട് ജാതികളുടെ ഇടയിൽ ധാരാളമായിട്ട് സുവിശേഷം അറിയിക്കുവാനും അനേകം രക്ഷിക്കപ്പെടുവാനും അനേകം സ്ഥലം സഭകൾ രൂപവൽക്കരിക്കപ്പെടുവാനും ഇടയായി. അപ്പോൾ ഒരർത്ഥത്തിൽ ദൈവം അത് നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിച്ചു. യഹൂദൻ്റെ തിരസ്കരണ മുഖാന്തരം ലോകം മുഴുവൻ ഒരർത്ഥത്തിൽ ഈ സുവിശേഷം വ്യാപിക്കുകയായിരുന്നു. അങ്ങനെ ഇസ്രായേലിനെ അസൂയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ദൈവം ഇസ്രായേലിൻ്റെ പതനം അനുവദിച്ചത്. അത് റോമർ 10:19 അതിൻ്റെ സൂചനയുണ്ട്. 10:19 നാം വായിക്കുന്നു, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും. റോമർ 10:19. അത് മനവിടെ കുറിക്കുക. അവിടെ അപ്പോൾ ജനമല്ലാത്തവർ എന്ന് പറയുന്നത് ഈ പുറജാതികളാണ്, രക്ഷിക്കപ്പെട്ട പുറജാതികൾ. അവർ മുഖാന്തരം എരിവ് വരുത്തും. അവർ ദൈവത്തിൻ്റെ ജനമായി തീർന്നു. അവർ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും. എഫേസ്യർ 2:19. അപ്പോൾ അവർ മുഖാന്തരമാണ് ഇസ്രായേൽ മക്കൾക്ക് ഒരു എരിവ് വന്നത്, അല്ലെ അവരെ അസൂയപ്പെടുത്തുന്ന നിലയിൽ ഇതായിത്തീർന്നു. ഇസ്രായേലിനെ അസൂയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ദൈവം ഇസ്രായേലിൻ്റെ പതനം അനുവദിച്ചതെന്ന് പറഞ്ഞാൽ, എങ്ങനെ അസൂയപ്പെടുത്തണം? അവർ പുറജാതി നായ്ക്കളെന്ന് വിളിച്ചവരൊക്കെ എന്തു പറ്റി? അവരൊക്കെ ദൈവസഭയിൽ കടന്നു വന്നു. സാക്ഷാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായില്ലേ? 1 പത്രോസ് 2:9 നാം വായിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിന് അത്ഭുത പ്രയാസത്തിൽ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ഇനവുമാകുന്നു. ആ പദവിയിലേക്ക് ജാതികൾ ഉയർത്തപ്പെട്ടു. യഹൂദന് കിട്ടേണ്ടതാണ്. യഹൂദനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകളെല്ലാം ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. യഹൂദന് കൊടുത്ത പദവി ജാതികൾക്ക് കിട്ടി. അങ്ങനെ അവരെ അസൂയപ്പെടുത്തി, അങ്ങനെ അവരെ വീണ്ടും സുവിശേഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ പതനം ദൈവം അനുവദിച്ചതെന്നാണ് പൗലോസ് പറയുന്നത്. 7-ാമത്തെ ചോദ്യം ആർക്കെങ്കിലും വായിക്കാം. 7-ാമത്തെ ചോദ്യം ഉത്തരം. അവിടെ ഒരു രൂപക പ്രയോഗം, ആലങ്കാരിക പ്രയോഗം എന്ന് പറയും. രൂപകം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മെറ്റഫർ എന്ന് പറയും. ഏതാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? വായിച്ചോ, ഉത്തരം കൂടെ വായിച്ചോ. ഒരു വർഷത്തെ ഉപയോഗിക്കുന്നു യഹൂദന്മാർ. പൊട്ടിച്ചേർത്തു. ദൈവം ആ ഒരു ഗ്രാഫ്റ്റിങ് ചെയ്തു. ഇതൊക്കെ വാസ്തവത്തിൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൗലോസ് ഇതൊക്കെ അറിയാമായിരുന്നു, അല്ലേ? നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ബട്ട് ചെയ്ത തൈ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആ ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പൊടിച്ചിട്ട് കാട്ടുമരമായ കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നിൽ എന്നൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ, അതേ പാട്ടിൽ. അത് ഒട്ടിച്ചേർത്തു. അങ്ങനെ ആ വേരിനോട് ചേർത്തു എന്നാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. അവിടെ വേരെന്ന് പറയുന്നത് അബ്രഹാമാണ്. അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണ് ഇവിടുത്തെ എല്ലാം പ്രധാനം. നമ്മളെ കേവലം യഹൂദനോട് ചേർക്കുകയല്ല, അബ്രഹാമിന് ദൈവം കൊടുത്ത ഉടമ്പടിയും വാഗ്ദാനം. അതാണ് നിന്റെ സന്തതിയിൽ കൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതോടാണ് നമ്മളെ ചേർത്തത്. അങ്ങനെ ദൈവം ചേർത്തു. അപ്പോൾ ആ ഉപമയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, 8-ാമത്തെ ചോദ്യം. ജാതികളിൽ നിന്നുള്ള വിശ്വാസികൾക്ക് പൗലോസ് എന്ത് മുന്നറിയിപ്പ് നൽകുന്നു? ഇത് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൗലോസ് ജാതികൾക്കുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്രയും കേട്ടപ്പോൾ ജാതികൾ ചിന്തിക്കരുത്, അപ്പോൾ യഹൂദനെ എല്ലാം ദൈവം കളഞ്ഞു, ഇന്ന് നമ്മളാണെല്ലാം, ഇനി യഹൂദന് യാതൊരു പ്രതീക്ഷയുമില്ല, അങ്ങനെ നിഗളിക്കരുതെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. എന്താണ് മുന്നറിയിപ്പ്? വായിച്ച ഉത്തരം, അഹങ്കരിക്കരുത്. ദൈവത്തെ ഭയപ്പെടുക. ദൈവം സ്വാഭാവിക കൊമ്പുകളെ, അതായത് ശാഖകളെ ഒഴിവാക്കിയെങ്കിൽ അഹങ്കാരികളായ ജാതികളെയും അവൻ വെറുതെ വിടില്ല. അതിനകത്തൊന്നും നമുക്കൊന്നും പൂഴാനില്ല. ഇസ്രായേൽ മക്കൾ ഒത്തിരി പ്രശംസിച്ചു. അത് സ്വയപ്രശംസയും സ്വയനീതിയുമായിട്ട് മാറി. അതാണ് അവരുടെ പരാജയം. അതുകൊണ്ട് ജാതീയ പശ്ചാത്തലത്തിൽ നിന്നുള്ള വിശ്വാസത്തോട് പറയുകയാണ്, നിങ്ങളും അഹങ്കരിക്കരുത്. ദൈവം നീതിമാനാണ്.
നിങ്ങളുടെ ഒന്നും മെച്ചം കൊണ്ടല്ല, ദൈവം കരുണയാൽ കൃപയാൽ ഇത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ഈ നല്ല ഒലിവിനോട് ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളും അഹങ്കരിക്കരുത്. ദൈവം അവരെ ഒടിച്ചു കളഞ്ഞുവെങ്കിൽ നിങ്ങളെയും ശിക്ഷിക്കും അത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് അവിടെ നൽകുന്നത്. 9 ഇസ്രായേൽ മുഴുവൻ. ഓക്കെ, അത് വായിക്കുമ്പോൾ ചില സംശയം. ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അത് റോമർ 11:26. അങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നൊരു ദേശീയമായ ഒരു റിവൈവൽ, ഒരു ഉണർവ് ഉണ്ടാകാൻ പോവുകയാണ്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിൻ്റെ വരവെന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഏതാണ്? ഉൽപ്രാവണം. അത് സഭയെ ചേർക്കാൻ വേണ്ടി കർത്താവ് വരുന്നു. എന്നാൽ അതിനുശേഷം 7 വർഷത്തെ മഹാപീഡന കാലത്തിന് ശേഷം കർത്താവ് സഭയുമായിട്ട് ഇവിടെ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നുണ്ട് 1000 ആണ്ട് ഇവിടെ ഭരിക്കാൻ വേണ്ടി. ആ സമയത്താണ് അവർ സെക്രിയ പ്രവചനത്തിൽ നാം വായിക്കുന്നില്ല, കുത്തിവെങ്കിലേക്ക് നോക്കുകയും മാനസാന്തരപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഉണർവ് ഭാവിയിൽ ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മഹാപീഡന കാലത്തും അനേകം രക്ഷിക്കപ്പെടുന്നു. അന്ന് യഹൂദന്മാരാണ് കൂടുതൽ രക്ഷിക്കപ്പെടുന്നത്. കാരണം അന്തിക്രിസ്തുവിനെ അവർ ആദ്യം മശിഹയായിട്ട് തെറ്റിദ്ധരിക്കും. പിന്നെ അവർക്ക് മനസ്സിലാകും അത് മശിഹ അല്ല. അപ്പോൾ ഒന്ന് ജീവൻ കൊടുത്തും ക്രിസ്തുവിനോട് നിൽക്കുന്നതൊക്കെ അവർ തന്നെയാണ്. അത് മറ്റൊരു വിഷയം, എസ്കറ്റോളജി വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭാവിയിൽ ഒരു ദേശീയ ഉണർവ് സംഭവിക്കും. അതാണ് പൗലോസ് അർത്ഥമാക്കുന്നത്. യെസ്, അതാണ് പൗലോസ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവിൽ അന്ന് ഇന്ന് ജീവിക്കുന്നവർക്ക് ഒരു മാർഗമേ ഉള്ളൂ, സുവിശേഷം കണ്ട് വിശ്വസിക്കുക. അത് യഹൂദനെന്നോ യവനെന്നോ ഒന്നും വ്യത്യാസമില്ല. എന്നാൽ ഭാവിയിൽ അവർക്ക് വേണ്ടി ഒരു ദേശീയമായ രക്ഷ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തോടെ അവർ രക്ഷിക്കപ്പെടും. അതാണ് ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടുന്നത് പൗലോസ് ഉദ്ദേശിക്കുന്നത്. വംശീയ ഇസ്രായേൽ, വംശജരുടെ ഒരു ഭാവി തലമുറ ക്രിസ്തുവിലേക്ക് തിരികുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യും. ദൈവം അങ്ങനെയാണ് നിറവേറ്റാൻ പോകുന്നത്. അല്ലാതെ എല്ലാ കാലത്തുമുള്ള ഇസ്രായേൽ മക്കളെ അൺകണ്ടീഷണലായിട്ട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചോ ഇല്ലയോ നോക്കാതെ വ്യവസ്ഥ കൂടാതെ രക്ഷിക്കുന്ന കാര്യമല്ല. പിന്നെയോ എന്താണ് കർത്താവ് ചെയ്യാൻ പോകുന്നത്? അവരെ ഭാവി തലമുറ ക്രിസ്തുവിലേക്ക് നോക്കണം. അവരൊരിക്കൽ ഉദ്യമനിലേക്ക് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞവൻ അവനാണ് വാസ്തവത്തിൽ മശിഹ എന്നവർ അംഗീകരിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ദൈവം ആ വാഗ്ദത്വം നിറവേറ്റാൻ പോകുന്നത്. 12-ാം അധ്യായത്തിൻ്റെ ഒരു രത്നചുരുക്കം മാത്രമേ ഈ ചോദ്യോത്തരങ്ങൾ വരുന്നുള്ളൂ. അത്രയുമേ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇനിയും തീർക്കാൻ അധ്യായങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഒരു മൊത്തമായൊരു പിക്ചർ കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി 11:33-36 ഒരു കൺക്ലൂഷനാണ്. അത് ആ വാക്യങ്ങൾ അതുപോലെ ഞാൻ ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് പൗലോസോടെ പറയുന്നത്? 11:33 മുതൽ. ഓക്കെ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കണ്ടു. ഇസ്രായേലിന് എല്ലാം അനുഗ്രഹങ്ങളും ആദ്യം വാഗ്ദാനം ചെയ്തു. ഇസ്രായേലിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതാണ് 9-ാം അധ്യായം. പക്ഷേ ഇസ്രായേൽ തിരസ്കരിച്ചു. അവർ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ 1:12 നാം വായിക്കുന്നു. അപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? ദൈവം ജാതികളിലേക്ക് തിരിയും. ജാതികളെ ഉൾപ്പെടുത്തുക എന്നുള്ള ദൈവത്തിൻ്റെ അനാദികാല നിർണയമാണ്. പക്ഷേ എന്നാൽ ചരിത്രം നോക്കുമ്പോൾ ഇങ്ങനൊരു ക്രമത്തിലാണ് ദൈവം എല്ലാം ചെയ്യുന്നത്. ഒരു കൂട്ടർ തിരസ്കരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർക്ക് അതൊരു അവസരമായി തീരുകയാണ്. അങ്ങനെ എന്നാൽ ഭാവിയിൽ വീണ്ടും ഇസ്രായേലിലേക്ക് ദൈവം തിരിഞ്ഞു വരികയാണ്, അവർക്കും അവസരം കൊടുക്കുന്നു. അതാണ് 11-ാം അധ്യായത്തിലെ വിഷയം. ഇതെല്ലാം കൂടെ ചിന്തിക്കുമ്പോൾ എന്താണ് പൗലോസിൻ്റെ പ്രതികരണം? വായിക്കാം, നോട്ട്സ് വായിക്കാം. ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴത്തെ പ്രശംസിച്ചുകൊണ്ട് പൗലോസ് ഒരു സ്തുതിഗീതം ആരംഭിക്കുകയാണ്. അൾട്ടിമേറ്റ്ലി പൗലോസ് ചെയ്യുന്ന ഒരു വലിയ ആരാധനാഗീതം അവതരിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ എന്താണ് ഈ ആരാധന? ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന അത്ഭുതം, ഒരു വലിയ അത്ഭുതം, ഒരു അതിശയം, അതിൽ നിന്നുണ്ടാകുന്ന നന്ദിയും സ്തുതിയുമാണ് ആരാധന. വാസ്തവത്തിൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം വർഷിപ്പ് എന്നാണ്. വർഷിപ്പ് എന്നൊരു ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ്, പുരാതന ഇംഗ്ലീഷ് വാക്കിൽ നിന്നാണ് വർഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. വർഷിപ്പിൻ്റെ അർത്ഥം എന്താണ്? വർത്ത് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മൂല്യം, അല്ലേ? ഒരാളിനെ നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആളിൻ്റെ മൂല്യം
അംഗീകരിച്ച് ഏറ്റുപറയുന്നതാണ്. ഇന്നലെയും സങ്കീർത്തനങ്ങൾ 29-ന്റെ 1-2 വാക്യങ്ങൾ ഞാൻ ഉദ്ധരിച്ചു. വാസ്തവത്തിൽ ആരാധനയുടെ ഒരു ഡെഫിനിഷൻ അവിടെ കാണുന്നുണ്ട്. എന്താണെന്നാ പറയുന്നത്? ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പിൻ. നമ്മൾ സാധാരണ പറയും ആരാധന ഗിവിങ് ആണ്, കൊടുക്കലാണ്. പ്രാർത്ഥന എന്താണ്? ചോദിക്കലും വാങ്ങിക്കലുമാണ്. എന്നാൽ ആരാധന തിരിച്ചാണ്, നാം ദൈവത്തിന് കൊടുക്കുകയാണ്. യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, പിന്നെ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം തെറ്റാൻ നമസ്കരിപ്പീൻ. ശരി, എൻ്റെ ചോദ്യം, നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? ആ വാക്കൊന്ന് ചിന്തിച്ചാൽ അങ്ങനെ പറ്റുമോ? നമുക്കുള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ 100 രൂപ പോക്കറ്റിലുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കൊടുക്കാം. നമുക്ക് മഹത്വം ഉണ്ടെങ്കിലേ ദൈവത്തിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് മഹത്വം ഇല്ലല്ലോ. അപ്പോൾ ആ കൊടുക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇംഗ്ലീഷിൽ അസ്ക്രൈബ് എന്നൊരു വാക്കാണ്. അതങ്ങ് ലളിതവൽക്കരിച്ചാണ് ഗീവ് എന്നൊക്കെ ഈ ചില പല തർജ്ജമകളിലും കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൻ്റെ അർത്ഥം അസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചേറ്റു പറയുക എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുകയല്ല, ദൈവത്തിന് മഹത്വം ഉണ്ട് അല്ലേ? ആ ഉള്ള മഹത്വം അംഗീകരിച്ചേറ്റു പറയുക. യെശയ്യാ 6 നാം കാണുന്നുണ്ടല്ലോ ഒരു ചിത്രം. അവിടെ യെശയ്യാവിൻ്റെ ദർശനത്തിൽ യെശയ്യാവ് എന്താണ് കാണുന്നത്? സ്വർഗത്തിലൊരു ആരാധന അടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 5 അപ്പോൾ എന്താണ്? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ദൂതന്മാർ അല്ലേ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറഞ്ഞുകൊണ്ട് അവർ രാപ്പകൽ പാടുകയാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതാണ് കൊടുക്കൽ. അവർ പറഞ്ഞപ്പോഴല്ല ദൈവം പരിശുദ്ധനായത്, പിന്നെയോ ദൈവം എന്നും പരിശുദ്ധനാണ്. അത് അവർക്ക് കാണാൻ പറ്റുകയില്ല, അവരെ മുഖം മൂടുക. അത് അവർ അംഗീകരിച്ചേറ്റു പറയുകയാണ്. അതാണ് ആരാധന. വാസ്തവത്തിൽ നമ്മുടെ ആരാധനയിലും അതാണ് നടക്കേണ്ടത്. ഒരു അത്ഭുതം അതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോഴുള്ള ഒരു അത്ഭുതം, അത്ഭുതത്തിൽ നിന്ന് ഉളവാകുന്ന വാക്കുകളാണ് ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഏറ്റുപറയുക. അവിടെ പരിശുദ്ധരുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ പലപ്പോഴും കൂടി നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് മറ്റൊരു ഗുണവിശേഷമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അംഗീകരിച്ച് ഏറ്റുപറയുന്നതിനെയാണ് വാസ്തവത്തിൽ ആരാധന എന്ന് പറയുന്നത്. പറയാം. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകിച്ചൊരു അത്ഭുതമാണ്, അത്ഭുതത്തിൽ നിന്നുളവാകുന്നതാണ്. എന്നാൽ ഇനിയും അത് ഏറ്റുപറയെന്ന് പറയുമ്പോൾ അതിനകത്ത് അത് സ്തുതിയുണ്ട്. എന്നാൽ സ്തുതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്തുതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മറ്റൊരാളെക്കുറിച്ച് ഏറ്റവും മെച്ചമായത് പറയുക. സേ ദ ബെസ്റ്റ് തിങ് അബൌട്ട് അനദർ പേഴ്സൺ. അതാണ് പ്രൈസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ഏറ്റവും മെച്ചമായത് പറയുന്നതാണ് സ്തുതി. പിന്നെ അപ്പോൾ നന്ദി എന്താണ്? നന്ദി എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് ചെയ്ത കാര്യങ്ങൾക്കുള്ള പ്രതികരണമാണ് നന്ദി. സോ ഇൻ വർഷിപ്പ് we are praising God for who He is and thanking God for what He has done. ആരാധനയിൽ രണ്ടും വേണം. ആത്യന്തികമായിട്ട് ഒരു ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോഴാണ് അതൊരു അത്ഭുതത്താൽ നാം നിറയണം, മനസ്സ് നിറയണം. പിന്നെ ദൈവം ആരാണ് എന്നുള്ളത് അംഗീകരിച്ച് ദൈവത്തെ നാം സ്തുതിക്കുന്നു. ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഈ സ്തുതിയും സ്തോത്രമൊക്കെ പര്യാപ്തമായിട്ട് പറയാറുണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളെ വർണ്ണിക്കുന്നതാണ് സ്തുതി. എന്നാൽ നന്ദി പറയാൻ ധാരാളം കടപ്പെട്ടവരാണ്. നമ്മളെ രക്ഷിച്ചു, അതുകൊണ്ട് നമുക്ക് ദൈവത്തോളം നന്ദിയും പറയാം. അതിന് സ്തോത്രം. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്തോത്രം പറയുന്നു. നമ്മെ രക്ഷിച്ചു, അവിടെയൊക്കെ സ്തോത്രമാണ്. അപ്പോൾ അങ്ങനെ സ്തോത്രത്തിൻ്റെയും സ്തുതിയുടെയും സമ്മിശ്രമായ ഒരു വികാരമാണ് ആരാധന എന്ന് പറയുന്നത്. അത് പാട്ടിൽ കൂടെ ആകാം, അല്ലെങ്കിൽ നമ്മളുടെ വാക്കുകൾ കൂടെ ആകാം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആരാധനയ്ക്ക് ഒരു പ്രവൃത്തിപഥം ഉണ്ടല്ലേ. റോമർ 12 നമ്മൾ വരികയാണ്, ബുദ്ധിയുള്ള ആരാധനയായി. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു ആരാധനയായിട്ട് മാറണം, ദൈവത്തിന് പ്രസാദമുള്ള ഒരാരാധനയായിട്ട് മാറണം. അതാണ് എൻ്റെ അർത്ഥം. ഒരാളുടെ മൂല്യം അംഗീകരിച്ച് ഏറ്റുപറയുക, അതാണ് വർഷിപ്പ്. മൂല്യം അംഗീകരിച്ച് വെച്ചാൽ വില, ദൈവത്തിൻ്റെ വില. അതാണ് നമ്മൾ മഹത്വം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിച്ച് ഏറ്റുപറയുക, ഗിവിങ് ഗ്ലോറി ടു ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്താണ് പൗലോസ് പറയുന്നത്? ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ വെച്ചാൽ അതിനെ നമുക്ക് ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ടല്ലേ, അതിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഒന്നും അറിയാൻ പറ്റുകയില്ല, അത്ര അഗാധമാണ്. അവൻ്റെ, ഞാൻ നോട്ട്സ് നോക്കി വായിക്കാം, നോട്ട്സിലെ വാക്യം അതുപോലെ ഉദ്ധരിച്ചിട്ടുണ്ട്. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും
അവൻ്റെ വഴികൾ എത്ര അഗോചരവും ആകുന്നു എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്ക് അതീതമായ കാര്യമാണ്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല, ചിന്തിച്ചാലും മനസ്സിലാകില്ല. അത്ര അഗാധമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ന്യായവിധികളും അവൻ്റെ വഴികളും. 34 വാക്യം, കർത്താവിൻ്റെ മനസ്സറിഞ്ഞവനാ. കാരണം അവനെ മന്ത്രിയായിരുന്നവനാർ എന്ന് പറഞ്ഞാൽ, ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഴയകാലത്ത് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് മന്ത്രിമാരുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ ജോലി? രാജാവിന് ഉപദേശം കൊടുക്കുക. അതാ ചോദിക്കുന്നത്, ദൈവത്തിന് ഒരു മന്ത്രി ഉണ്ടോ? മന്ത്രിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ദൈവത്തെ ഉപദേശിക്കാൻ കഴിവുള്ള ആരുമില്ല. ദൈവത്തെ ഉപദേശിക്കാൻ കഴിവുള്ള പിന്നെ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് അത്ഭുത മന്ത്രി വീരനാ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്നെയാണ് മന്ത്രി. അവൻ്റെ മനസ്സറിഞ്ഞവനാർ, അവന് വല്ലതും, അവൻ്റെ മന്ത്രിയായിരുന്നവനാർ, അവന് വല്ലതും മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ. അല്ലേ? നമുക്ക് പൗലോസ് തന്നെ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 4:7 ലഭിച്ചതല്ലാതെ നമുക്കൊന്നുമില്ല. നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങിക്കുന്നവരല്ല, ദൈവം ദാനമായിട്ടെല്ലാം തന്നു. അതാണ് നമ്മൾ എടുത്ത് പറയുന്നത്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വമാകുന്നു. ആരാധനയുടെ നല്ലൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. സകലവും ദൈവത്തിൽ നിന്നാണ്, സകലവും അവനാലാണ്, അവനാണ് സൃഷ്ടിച്ചത്. അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ എല്ലാം മഹത്വവും അവങ്കിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അവന് എന്നേക്കും മഹത്വമാണ്. ഒരു ദിവസമല്ല, എന്നേക്കും, എല്ലായ്പ്പോഴും. ഞാനഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് സംഘടനക്കാരൻ പറയുന്നത് പോലെയാണ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ പൗലോസിന് പോലും അതിൻ്റെ പൂർണ്ണമായ ഒരു ചിത്രം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൗലോസിന് വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ള ചോദ്യം, അത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമല്ല. എങ്കിലും അതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ, സർവജ്ഞാനത്തിൽ, ദൈവത്തിൻ്റെ നിത്യമായ കാര്യപരിപാടിയിലും പരമാധികാരത്തിലും ഇതെല്ലാം ഇങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മെ സംബന്ധിച്ച് ആ ഇസ്രായേലിൻ്റെ തിരസ്കാരം ഒരർത്ഥത്തിൽ നമുക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറി. എന്നാൽ അത് തൃപ്തരായിട്ടിരിക്കാതെ ഇന്നും ഈ സുവിശേഷം കേൾക്കാത്ത അനേകരുണ്ട്. അവർക്ക് വേണ്ടി പ്രധാനമായി പ്രാർത്ഥിക്കുക, അവരെ അവരുടെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പരിശ്രമിക്കുക, പോകുക, ഐക്യം, ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് പറഞ്ഞ് ആ ഒരു ചെറിയ സെക്ഷൻ അവസാനിക്കുകയാണ്. അല്ലെങ്കിൽ ഡോക്ടറൽ സെക്ഷൻ ഇപ്പോഴാണ് പൂർണ്ണമായിട്ട് അവസാനിക്കുന്നത്, ഉപദേശം. ഇനി 12 മുതൽ അധ്യായങ്ങൾ ഇത് പ്രായോഗികമാണ്. ഞാൻ ഒരധ്യായത്തിൻ്റെ മാത്രമേ നോട്ട്സ് ഇവിടെ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. ഇത്രയും മതി. അത് വെച്ചാൽ അടുത്ത ആഴ്ച മറ്റേ ചിന്തിക്കും. പക്ഷേ 12-ാം അധ്യായം പോലെ കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരും. കാരണം തികച്ചും പ്രായോഗികമാണ്, കുറേ കൂടെ ലളിതവുമാണ്. 12-ാം അധ്യായം പോലെ തുടങ്ങിയപ്പോൾ ഈ നേരത്തെ പറഞ്ഞ 11-ാം അധ്യായമൊക്കെ മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധിമുട്ടൊന്നും 12-ാം അധ്യായത്തിലില്ല. കുറേ പ്രായോഗികമാണ്, ലളിതമാണ്, നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാം, 4-ക്ക് മുമ്പ് തന്നെ ബ്രേക്ക് ചെയ്യാം. ഇന്നലെ ഞാൻ പറഞ്ഞു എന്താണ് ഈ ഉപദേശവും ജീവിതവും തമ്മിലുള്ള ബന്ധം. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ഉപദേശം എങ്ങനെയാണ് ഒരു കെട്ടിടവുമായിട്ട് ഊഹിച്ചല്ലേ. ഉപദേശം കെട്ടിടത്തിൻ്റെ അടിസ്ഥാനമാണ്, ജീവിതം അതിൻ്റെ മേൽപ്പണിയാണ്. ഇത് രണ്ടും വേണം. അടിസ്ഥാനമില്ലെങ്കിൽ മത്തായി 7 കർത്താവ് പറഞ്ഞതുപോലെ മണലിന്മേൽ വീട് പണിത മനുഷ്യന് തുല്യരായിട്ട് നമ്മൾ തീരും. അടിസ്ഥാനം ആവശ്യമാണ്. എന്നാൽ അടിസ്ഥാനം മാത്രം മതിയോ? അതിനെ കെട്ടിടം എന്ന് വിളിക്കാൻ പറ്റുകയില്ല. അടിസ്ഥാനം വിട്ടാൽ അതിൻ്റെ മേൽപ്പണിയും ആവശ്യമാണ്. ചില ചോദിക്കാറുണ്ട്, ഈ ഉപദേശമാണോ ജീവിതമാണോ കൂടുതൽ പ്രധാനം എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്കുള്ള ഉത്തരം, ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ട്രെയിനാണോ റെയിൽവേ ട്രാക്കാണോ കൂടുതൽ പ്രധാനം എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? ട്രെയിനാണോ റെയിൽവേ ട്രാക്കാണോ? അതിനകത്ത് ഇത് തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഏതാണ് കൂടുതൽ പ്രധാനം എന്ന് പറയാൻ പറ്റുകയില്ല. രണ്ടും ഇന്ന് തുല്യ പ്രാധാന്യമാണ്. കാരണം ഉദാഹരണത്തിന് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ മുഴുവൻ ട്രാക്ക് ഇടാൻ അങ്ങ് തീരുമാനിക്കും. പക്ഷേ ട്രെയിൻ ഉണ്ടാക്കുന്നില്ല. ആ പൈസയും കൂടെ എടുത്ത് ഇന്ത്യ മുഴുവൻ അങ്ങ് ട്രാക്ക് ഇടുകയാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ തിരിച്ചിന്തിക്കുക, ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ അവർ തീരുമാനിക്കുന്നു എല്ലാം പൈസ, റെയിൽവേയുടെ പണം മുഴുവൻ ഉപയോഗിച്ച് അങ്ങ് പുതിയ ട്രെയിൻ ഉണ്ടാക്കുക, എൻജിൻ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഓടാൻ ട്രാക്ക് വേണമല്ലേ? ട്രാക്കില്ലാതെ എൻജിൻ ഉണ്ടാക്കിയിട്ട് പ്രയോജനമില്ല. അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരനോട് ചോദിക്കുക, സൂചിയാണോ നൂലാണോ കൂടുതൽ പ്രധാനം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഉത്തരം നമുക്കറിയാം അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ ഉപദേശത്തെയും ജീവിതത്തെയും കൂടെ അങ്ങനെ താരതമ്യം ചെയ്യുന്നത് ശരിയല്ല. രണ്ടിനും തുല്യ പ്രാധാന്യം വേദപുസ്തകം കൊടുക്കുന്നു, പൗലോസ് കൊടുത്തു, നമ്മളും കൊടുക്കണം.
അതിനകത്തൊരു ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഉപദേശം പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. അതുകൊണ്ടാണ് നിങ്ങളിവിടെ പഠിക്കാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, നമുക്ക് ജീവിക്കാനും അറിയാം, ജീവിക്കാനുള്ള കൽപ്പനകളൊക്കെ ഉണ്ട്. എന്നാൽ ഉപദേശത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ ജീവിതം. അല്ലെങ്കിൽ തെറ്റായ പല ഉപദേശങ്ങളാൽ ആളുകൾ ആകർഷിക്കപ്പെടുന്ന തെറ്റായ ഉപദേശങ്ങൾ ധാരാളം പിന്നെയും വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പലരും നമുക്ക് ഇപ്പോൾ എല്ലാം യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ, തെറ്റായ ഉപദേശങ്ങൾ ധാരാളം, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം. അടുത്ത കാലത്ത് ഞാൻ കേട്ടതാണ്, എനിക്ക് ഡീറ്റെയിൽസൊന്നും അറിയത്തില്ല. ഗേറ്റ് ചർച്ച് എന്നങ്ങോട്ട് പറഞ്ഞൊരു പുതിയ കൂടിവരവുകൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. നല്ല മനസ്സിലിരിക്കട്ടെ. ഗേറ്റ് ചർച്ച് അവരുടെ അഭിപ്രായത്തിൽ സഭ ആരംഭിച്ചത് അപ്പോസ്തലത്തിൽ 13 ശേഷം. നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? സഭ എന്താണ് ആരംഭിച്ചത്? പെന്തക്കോസ്ത് നാളിൽ അന്നാണ് സഭ ആരംഭിച്ചത്, സംശയമൊന്നുമില്ല. കർത്താവിൻ്റെ സഭയെ പണിയും അവർ 13. അപ്പോൾ അവർ മുഴുവൻ പൗലോസിൻ്റെ ലേഖനങ്ങൾ മാത്രമേ ദൈവശാസ്ത്രവുമായിട്ട് അവർ അംഗീകരിക്കുന്നുള്ളൂ. ഫിലേമോൻ അല്ലെങ്കിൽ ഏറ്റവും കൂടിയ എബ്രായ ലേഖനം, ബാക്കിയൊന്നും അവർ അംഗീകരിക്കുന്നില്ല. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒക്കെ പഴയ നിയമത്തിൻ്റെ ഭാഗമാണെന്നാണ് അവർ പറയുന്നത്. അതൊക്കെ പഴയ നിയമത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനല്ലല്ലോ, അത് പുതിയ നിയമത്തിൻ്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അവിടെ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, കാരണം കർത്താവിൻ്റെ ചരിത്രമല്ലേ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ഉപദേശങ്ങൾ അങ്ങ് പാട്ടിൽ ഇതിനൊക്കെ പിന്നാലെ പോകാൻ ആളുകളുണ്ട്. അതാണ് അത്ഭുതം. ഏത് ദുരുപദേശം ആര് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ പോകുവാൻ ആളുകളുമുണ്ട്. അതിന് മറ്റെന്തെങ്കിലും അട്രാക്ഷൻ ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. ധാരാളം ആളുകൾ ഇങ്ങനെ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഈ നവീന ആശയങ്ങൾ, ഈ പൗലോസ് ഈ യവനന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമായിരുന്നു അല്ലേ? അപ്പോസ്തലത്തിൽ അങ്ങനത്തെ പ്രയോഗമുണ്ട്. യവനന്മാർക്ക് എപ്പോഴും ആൾക്കാരത് പുതിയ കാര്യങ്ങൾ പറയണം. ഇത്രയും നാൾ കേൾക്കാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം. അവരെന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയും. അത് പൗലോസ് പ്രസംഗിക്കാൻ ചെന്നപ്പോഴും അവർ അതാണ് ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്നും ഉണ്ട് ഈ വിശ്വാസികളെന്ന് പറയുന്നവർ, ഇത്രയും നാൾ ഹാർഡ് കോർ ക്രിസ്ത്യൻസായിട്ട് ജീവിച്ചവർ, വിശ്വാസികൾ പോലും ഈ നവീന ആശയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് അതിനകത്തോട്ടങ്ങ് ഡ്രിഫ്റ്റ് ചെയ്ത് പോവുകയാണ്. വളരെ സങ്കടകരമാണ്. നമ്മൾ വിചാരിച്ചു മലയാളികൾ കുറച്ചുകൂടെ ഉപദേശത്തിലും വചനത്തിലും ഒക്കെ അറിവുള്ളവരും കുറച്ച് ഉറപ്പുള്ളവരുമാണ്. പക്ഷേ മലയാളികളും ഇതിൻ്റെ എല്ലാം പിന്നാലെ പോവുകയാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഉപദേശപരമായ കാര്യങ്ങൾ വീണ്ടും നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ ഉപദേശപരമായ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം ബോറിംഗ് ആയിട്ട് തോന്നും, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ അത് ആവശ്യമാണ് അല്ലേ? ഒരു കെട്ടിടത്തിൻ്റെ ഫൗണ്ടേഷൻ എത്ര പേര് കണ്ടിട്ടുണ്ട്? അത് കെട്ടിയ സമയത്തേ കണ്ടുള്ളൂ ഫൗണ്ടേഷൻ. പിന്നെ ഏറ്റവും കൂടെ ബേസ്മെൻറ്റ് കാണും. പിന്നെ നമ്മൾ കാണുമ്പോഴും മേൽപ്പണിയാണ്. പക്ഷേ അദൃശ്യമായ ഈ ഫൗണ്ടേഷൻ്റെ പുറത്താണ് ഈ മേൽപ്പണി നിൽക്കുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ ഉപദേശപരമായ കാര്യങ്ങൾ പഠിക്കുന്നത്. ബ്രേക്ക് ചെയ്യാം.